ഗായ്സ്, അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ പോകുന്നത് മുണ്ടോത്തേക്കാണ്. അവിടെ നമ്മൾ കുറച്ച് ഐസ്ക്രീമിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ട് പോവാണ്. ഇവർക്കൊരു എൻഗേജ്മെന്റ് പരിപാടി ഉണ്ടായിരുന്നു. അവിടേക്കാണ് ഐസ്ക്രീം. അവിടുന്ന് ഐസ്ക്രീം എടുത്തിട്ട് നമ്മൾ നേരെ കൂമ്പുള്ളിക്കാണ് പോയത്. അവിടെ നിതീഷേട്ടൻ വണ്ടിയിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീം നിതീഷേട്ടൻ്റെ അടുത്ത് കൊടുത്തിട്ട് നമ്മൾ ബൈക്കിന് തന്നെ പോന്നു കേട്ടോ. വണ്ടി എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടോ ഒന്ന് കാണിക്കാനുണ്ടായിരുന്നു. അപ്പൊ വരുന്ന വഴി എന്നെ വീടിന്റെ അവിടെ ഇറക്കിയിട്ട് മൂപ്പര് പോയിട്ട് അപ്പൊ വീട്ടിലോട്ട് പോകുമ്പോണ്ട് ഇപ്പൊ പുറത്തേക്ക് പോകുന്നു. അവിടുന്ന് വർത്താനം പറഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയിട്ട് വെള്ളം കുടിച്ചു. അപ്പോഴേക്ക് ഇപ്പൊ എനിക്ക് പപ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്സ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം ഫോണിലൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു. അപ്പോഴേക്ക് ഉമ്മക്കൊന്ന് ടൗണിൽ പോകാനുണ്ടായിരുന്നു, പിന്നെ ഇപ്പക്കും പോകാനുണ്ടായിരുന്നു, പിന്നെ ഞാൻ ഒറ്റക്കായിരുന്നു വീട്ടിൽ. അപ്പൊ ഉമ്മ രാവിലെ ഉണ്ടാക്കി വെച്ച കണ്ടച്ചത്തിരി ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പൊ അതെടുത്ത് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചിരിക്കുമ്പോ ഒരു 3:30 ആയപ്പോഴാ മൂപ്പര് വിളിച്ചത്. റെഡി ആയിട്ട് താഴോട്ട് വന്നു. ടൗണിൽ പോകാനുണ്ടായിരുന്നു. ഇൻഷുറിന്റെ ഓഫീസിലേക്കായിരുന്നു പോയത്. അങ്ങനെ അവിടെ പോയിട്ട് 5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വണ്ടിയിലോട്ട് തന്നെ വന്നു. അപ്പൊ നമ്മളെ i20 കൊടുക്കുവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. ഇനി തിരിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ മൂപ്പരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ പോകുന്ന വഴിയാണ് BSNLന്റെ സിം വിൽക്കുന്നത് കണ്ട് നമ്മൾ BSNLന്റെ സിം വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ അവിടെ ഇറങ്ങി നമ്പറൊക്കെ നോക്കി നമ്മൾ രണ്ടുപേരും ഓരോ സിം എടുത്തു. മൂപ്പൻ നമ്പർ നോക്കുവാണ്. നമ്മളെ ഫോൺ നമ്പറായിട്ട് മാച്ചുള്ള നമ്പർ ഉണ്ടോ നോക്കാം. പക്ഷെ നമുക്കത് കിട്ടിയില്ല. അങ്ങനെ കിട്ടിയത് രണ്ടുപേരും ഒരേപോലെ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഈ പരേഡ് കണ്ടത്. അപ്പൊ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാവരും ഒരുപോലെ നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പൊ കുറച്ചു നേരം ആൾക്ക് നോക്കി നിന്ന് അപ്പോഴേ നമ്മളെ തമ്പുരാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴേ എനിക്ക് അവൽ മിൽക്ക് കുടിക്കാനൊരു പൂതി. അങ്ങനെ നമ്മൾ കണ്ടംകുളങ്ങരയിലുള്ള ഫേമസ് ബേക്കറിയിൽ കയറി അവൽ മിൽക്ക് ഓർഡർ ആക്കിട്ടോ. ഞാനൊരു പപ്സും കൂടെ ഓർഡർ ആക്കിട്ടോ. അങ്ങനെ നമ്മൾ അവൽ മിൽക്കും പപ്സൊക്കെ കഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പോകുന്ന വഴി നമ്മളെ നാട്ടിലെത്തിയപ്പോൾ നമ്മളെ ലെജൻഡ് ഉണ്ട് ബസ് സ്റ്റോപ്പിൽ വെക്കുന്നത്. അങ്ങനെ വീഡിയോ എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ചു മൂപ്പര് വീട്ടിലോട്ടാണ് പോണത്. അവിടെ എത്തി കുറെ നേരം സംസാരിച്ചിരുന്ന് കുറച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോകാന്ന് വിചാരിച്ചപ്പോൾ അവിടുന്ന് നമ്മള് വഴി മാറി നേരെ ബ്രദറിന്റെ വീട്ടിലോട്ടാണ് പോയത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഷാനും ഒക്കെ പഠിക്കുന്ന തിരക്കിലായിരുന്നു. നമ്മൾ അവിടെ എത്തിയപ്പോൾ അവരുടെ പഠിപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ചു നേരം വാവനൊക്കെ കളിപ്പിച്ചിട്ട് പിന്നെ അവിടുന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.